അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അനർഹർ കയറിക്കൂടാൻ അവസരമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. പെൻഷൻ വിതരണത്തിലെ തട്ടിപ്പ് ഒഴിവാക്കാൻ മസ്റ്ററിംഗ് നിർബന്ധമാക്കാനും തീരുമാനമായി. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ തട്ടിപ്പിന് പിന്നാലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. 1458 സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങുന്നുണ്ടെന്ന് ധനകാര്യ വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത്. ഇതിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥരും കോളേജ് അധ്യാപകരും ഉൾപ്പെടുന്നു. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയായിരുന്നു തട്ടിപ്പ്. വിഷയം ഗൗരവമെന്ന് കണ്ടെത്തിയതോടെയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചത്. സർക്കാർ സർവീസിൽ കയറിയ ശേഷം പെൻഷൻ കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ജീവനക്കാർക്കും തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കുമെതിരായ നടപടിക്കൊപ്പം പെൻഷൻ വിതരണം സുതാര്യമാക്കാനുള്ള നിർദ്ദേശങ്ങളും യോഗത്തിൽ മുഖ്യമന്ത്രി നൽകി. ഗുണഭോക്താക്കളിൽ മരണപ്പെട്ടവരെ അതത് സമയത്ത് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും. ഇതിന് ഫേസ് ഓതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും. വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ സീഡിംഗ് എന്നിവ നിർബന്ധമാക്കാനും തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ പെൻഷൻ വാങ്ങുന്നവരുടെ അർഹത വിലയിരുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തട്ടിപ്പ് പുറത്തുവന്നതിന് പിന്നാലെയുള്ള ധനവകുപ്പ് പരിശോധന തുടരുകയാണ്. ഇതുവരെ കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കാനുള്ള നടപടികളും ഉടൻ ആരംഭിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.